2025 ഫെബ്രുവരി 16 വില്യാപ്പള്ളി പഞ്ചായത്തിലെ മൈക്കുളങ്ങര താഴ തീവപ്പ് സംബന്ധിച്ച് RJDയുടെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങളായ രാഷ്ട്രീയ യുവജനതാദളിൻ്റെയും സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി ജനതയുടെയും പഞ്ചായത്ത് തല ഏകദിന പ്രവർത്തക ക്യാമ്പ് 2025 ഫെബ്രുവരി 16 നടത്തുന്നതിനു വേണ്ടി വില്യാപ്പള്ളി പഞ്ചായത്തിലെ മൈക്കുളങ്ങര താഴ തയ്യാറാക്കിയ പന്തലും കസേരകളും കൊടിതോരണങ്ങളും മാറ്റുകളും മേശകളും 2025 ഫെബ്രുവരി 16 പുലർച്ചെ ഏതാണ്ട് 1:30-നും 2 മണിക്കും ഇടയിലാണ് സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചത്. ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് RJD വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് AP അമർനാഥ് വടകര പോലീസിൽ പരാതി നൽകുകയും അദ്ദേഹത്തിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് നായ വിരല അടയാള വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്ത് പരിശോധന നടത്തിയിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രസ്തുത ദിവസം പുലർച്ചെ 1:52 സമയത്ത് ദൃശ്യത്തിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ചയാളെ വിശദമായി ചോദ്യം ചെയ്യാനോ ഫോൺ കോളുകൾ പരിശോധിക്കാനോ അയാൾ സഞ്ചരിച്ച വഴിയിലെ മറ്റ് CCTV പരിശോധിക്കാനോ അയാളുമായി അടുത്ത ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. തീപിടിച്ച സ്ഥലത്ത് നിന്നും പോലീസ് നായ മണം പിടിച്ച് ഇരുചക്ര വാഹനം ക്യാമറയിൽ കണ്ട സ്ഥലത്ത് വന്നു നിന്നതിനെ പോലീസ് തീരെ ഗൗനിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് വേണ്ടി തയ്യാറാക്കിയ പന്തലും കസേരകളും മാറ്റുകളും മേശകളും തീവച്ച് നശിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണെന്നാണ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പറയുന്നത്. എന്നിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികളെ പിടികൂടുന്നതിൽ ജാഗ്രത കാണിക്കുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം വിശദമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി പഞ്ചായത്ത് ഭാരവാഹിയുടെ വീടിന് മുന്നിൽ രാത്രി ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തി ആയുധവുമായി വന്ന് വധഭീഷണി മുഴക്കിയതിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ വീടുകൾക്കു മുന്നിൽ വന്ന് വധഭീഷണി മുഴക്കുമ്പോഴും അസഭ്യം വിളിച്ചു പറയുമ്പോഴും പോലീസിനെ വിളിച്ചപ്പോൾ സംഭവ സ്ഥലത്ത് വരാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് റൂറൽ SP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സമാധാനത്തിനും സ്വൈര ജീവിതത്തിനും ഭീഷണി മുഴക്കുന്നവർക്ക് വളം വെച്ചു കൊടുക്കുന്ന നടപടിയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഇത് ചങ്ങാത്തമാണ് എന്ന് ഞങ്ങൾ ബലമായി സംശയിക്കുന്നു. ക്യാമ്പിനൊരുക്കിയ പന്തലും കസേരകളും കാർപ്പറ്റും മേശകളും തീവച്ച് നശിപ്പിച്ച പ്രതികളെ 1 മാസം കഴിഞ്ഞിട്ടും കണ്ടെത്താത്തതിലും ക്രിമിനലിൻ്റെ അഴിഞ്ഞാട്ടം തടയുന്നതിനും പോലീസ് തുടരുന്ന അലംഭാവത്തിനെതിരെ RJD വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2025 മാർച്ച് 21 വടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നതാണ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.